Hello friends, welcome back to my channel. ഇന്ന് നമുക്ക് ഫലൂദ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം അതിനു വേണ്ടി സ്ട്രോബെറി ജെല്ലി ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് സ്ട്രോബെറി ജെല്ലി പൗഡർ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിലെ ജെല്ലി ക്രിസ്റ്റൽസ് ഒക്കെ ഒന്ന് അലിഞ്ഞു വരുന്നത് വരെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലെ പാക്കേജ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ ജെല്ലി മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഫലൂദ സേവ് കുക്ക് ചെയ്യാം. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് ഫലൂദ സേവ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഫലൂദ സേവ് കുക്കാവുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഫലൂദ സേവ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിനെ ചെറുതായിട്ടൊന്ന് ചൂടാകാൻ വയ്ക്കാം. ഇനി ഈ ഫലൂദ സേവിനെ 2 ബൗളുകളിലായിട്ട് ഡിവൈഡ് ചെയ്ത് വെക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് പിസ്താഷ്യോ എസൻസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ഫലൂദ സേവിന് ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എസൻസ് ഒന്നും കയ്യിലില്ലെങ്കിൽ ഇങ്ങനൊന്നും ചെയ്യണമെന്നില്ല. ഇനി അടുത്ത ബൗളിലേക്ക് ഞാൻ മാംഗോ എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഫലൂദ സേവിനെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഫലൂദയിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ആപ്പിളും മാതളനാരങ്ങയും സ്ട്രോബെറിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ സബ്ജ സീഡ്സ് അല്ലെങ്കിൽ കറുത്ത കസ്കസ് എടുത്തിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് 1/2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സബ്ജ സീഡ്സിനെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഒരു 1/2 മണിക്കൂർ ഇതിനെ സോക്ക് ചെയ്യാൻ വെക്കാം. ഇപ്പോൾ നമ്മുടെ കസ്കസ് സോക്കായി വന്നിട്ടുണ്ട്. ഇതിനെ മാറ്റി വയ്ക്കാം. ഫലൂദ സേവും ഇവിടെ റെഡി ആയിട്ടുണ്ട്. തണുപ്പിച്ചെടുത്തതാണ് ഞാനിത്. നമ്മൾ നേരത്തെ വെച്ച സ്ട്രോബെറി ജെല്ലിയും ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സും പിസ്താഷ്യോസും ആൽമണ്ട്സും ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഫലൂദയിൽ ചേർക്കാനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ഈന്തപ്പഴവും കറുത്ത മുന്തിരിങ്ങയും കിസ്മിസും എടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് റോസ് മിൽക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് പാല് തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഒന്നും ചേർക്കേണ്ട, സിറപ്പിന് നല്ല മധുരമുണ്ട്. ഞാൻ ഈ സിറപ്പാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ റോസ് സിറപ്പ് ഇല്ലെങ്കിൽ റോസ് എസൻസും കുറച്ച് റെഡ് ഫുഡ് കളറും പഞ്ചസാരയും കൂടെ ചേർത്ത് മിക്സ് ചെയ്താലും മതി. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഫലൂദ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ കൂടെ റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. റോസ് സിറപ്പ് ഇല്ലെങ്കിൽ സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചാലും മതി. ഇനി 2 ടീസ്പൂൺ സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിൽ ഫലൂദ സേവ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ മുകളിലായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി യെല്ലോ കളറിലെ ഫലൂദ സേവ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നട്ട്സ് ചേർത്ത് കൊടുക്കാം. ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കാം. ചെറിയും ടൂട്ടി ഫ്രൂട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി സ്ട്രോബെറി ജെല്ലി ഇട്ട് കൊടുക്കാം. ഒരുപാടൊന്നും ഇടണ്ട, കുറേശ്ശെ ഇട്ടാൽ മതിയെല്ലാം. ഇനി കുറച്ചുകൂടി ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. 2 സ്കൂപ്പ് വാനില ഐസ്ക്രീം കൂടി അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം.
നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ട് ഇതിനെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് റോസ് സിറപ്പ് അതിൻ്റെ മുകളിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടി. അപ്പോൾ നമ്മുടെ ഫലൂദ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്കും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.